ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ബോർഡിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക. ഇതിലെ പല ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, read the stanza and answer the following questions. The moon has a face like the clock in the hall. She shines on thieves on the garden wall, on streets and fields and harbor quays, and birdies asleep in the forks of the tree. ഇവിടെ ഒരു പോയമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ദ മൂൺ എന്ന് പറയുന്ന പോയത്തിലെ ചില വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 5 ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നും അതിൻ്റെ ആൻസറും നോക്കാം. Who is being described in the poem? ഈ കവിതയിൽ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? The moon is being described in the poem. ഇവിടെ മൂണിനെ കുറിച്ച് അല്ലെങ്കിൽ ചന്ദ്രനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. Where does the moon shine? ഈ ചന്ദ്രൻ എവിടെയാണ് ശോഭിക്കുന്നത്? The moon shines on thieves on the garden wall. കള്ളന്മാർ, മതിൽ കയറുന്ന കള്ളന്മാർ, അതുപോലെ ഓൺ ദ സ്ട്രീറ്റ്സ്, ഫീൽഡ്സ്, ഹാർബർ ക്വേയ്സ് ആൻഡ് ഓൺ ബേർഡീസ് അസ്ലീപ്പ് ഇൻ ദ ട്രീസ്. അതുപോലെ മരത്തിൽ ഉറങ്ങുന്ന പക്ഷികളുടെ മേത്തുമൊക്കെ ഈ ചന്ദ്രൻ പ്രകാശം നൽകുന്നു. വാട്ട് ഡസ് ദ മൂൺ ലുക്ക് ലൈക്ക്? ഇതിൻ്റെ രൂപം എന്താണ്? ദ മൂൺ ഹാസ് എ ഫേസ് ലൈക്ക് ദ ക്ലോക്ക് ഇൻ ദ ഹോൾ. ഹോളിലുള്ള ക്ലോക്കിൻ്റെ പോലെ ഒരു റൗണ്ട് ഷേപ്പാണ്. ഹൂ ആർ സ്ലീപ്പിംഗ് ഇൻ ദ ട്രീസ്? മരത്തിൽ ഉറങ്ങുന്നത് ആരൊക്കെയാണ്? ദ ബേർഡീസ് അല്ലെങ്കിൽ ബേർഡ്സ് ആർ സ്ലീപ്പിംഗ് ഇൻ ദ ഫോക്സ് ഓഫ് ദ ട്രീസ്. വാട്ട് ഈസ് ദ ഓവറോൾ ഫീലിംഗ് ഓഫ് ദ പോയം? ഈ കവിത വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്താണ്? ദി ഓവറോൾ ഫീലിംഗ് ഓഫ് ദ പോയം ഈസ് പീസ്ഫുൾ, സമാധാനപരമാണ്. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. റീഡ് ദ സ്റ്റാൻസ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഈ ഒരു കവിതയുടെ വരികൾ തന്നെയാണ്. അത് വായിച്ചിട്ട് അത് താഴെ കാണുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനുള്ള ചോദ്യമാണ്. അപ്പം നമുക്ക് ഓരോ ചോദ്യവും അതിൻ്റെ ആൻസറും നോക്കാം. വാട്ട് ആനിമൽസ് ആർ മെൻഷൻഡ് ഇൻ ദ പോയം? ഇവിടെ ഏതൊക്കെ മൃഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്? ദ ആനിമൽസ് മെൻഷൻഡ് ആർ ക്യാറ്റ്, മൗസ്, ഡോഗ് ആൻഡ് ബാറ്റ്. അപ്പോൾ ഇവിടെ പൂച്ചയെക്കുറിച്ചും എലിയെക്കുറിച്ചും നായയെക്കുറിച്ചും അതുപോലെ തന്നെ ബാറ്റിനെ കുറിച്ചും വവ്വാലിനെ കുറിച്ചും ആണ് സംസാരിക്കുന്നത്. വെൻ ഡസ് ദ ബാറ്റ് സ്ലീപ്പ്? ഈ വവ്വാല് ഉറങ്ങുന്ന സമയം എപ്പോഴാണ്? ദ ബാറ്റ് സ്ലീപ്സ് അറ്റ് നൂൺ. ഉച്ച സമയത്താണ് ഇത് ഉറങ്ങുന്നത്. വാട്ട് ഡു ഓൾ ദ ആനിമൽസ് ലൈക്ക് ടു ഡു? ഈ മൃഗങ്ങളെല്ലാം എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ഓൾ ദ ആനിമൽസ് ലവ് ടു ബി ഔട്ട് ബൈ ദ ലൈറ്റ് ഓഫ് ദ മൂൺ. അപ്പോൾ ഈ ചന്ദ്രൻ്റെ പ്രകാശം വീഴുമ്പോൾ പുറത്തിറങ്ങണമെന്നാണ് ഈ മൃഗങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. വാട്ട് ടൈം ഓഫ് ദ ഡേ ഈസ് ഇറ്റ് ഇൻ ദ പോയം? ഇത് ഏത് സമയത്തെക്കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്? അപ്പോൾ നമുക്കറിയാം അത് നൈറ്റ് ടൈമാണ്. ഇറ്റ് ഈസ് ദ നൈറ്റ് ടൈം വെൻ ദ ആനിമൽസ് ആർ ഔട്ട്. മൃഗങ്ങളൊക്കെ പുറത്തിറങ്ങുന്ന രാത്രി സമയം. ആസ് ദേ ആർ ഓൾ ആക്റ്റീവ് ഇൻ ദ മൂൺ ലൈറ്റ്. അപ്പോൾ ഈ ഒരു ചന്ദ്രൻ്റെ പ്രകാശത്തിൽ അവർ വളരെ ആക്റ്റീവായിട്ട് ഓടി നടക്കുന്ന ഒരു സമയം. ഹൗ ഡു യു തിങ്ക് ദ ആനിമൽസ് ഫീൽ വെൻ ദേ ആർ ഔട്ട് ഇൻ ദ മൂൺ ലൈറ്റ്? അപ്പോൾ അവർ ഈ രാത്രി സമയത്ത് പുറത്തിറങ്ങുമ്പോൾ എന്താണ് അവർ ചിന്തിക്കുന്നത്? ദ ആനിമൽസ് ലൈക്ലി ഫീൽ എക്സൈറ്റഡ് ഓർ ഹാപ്പി. അവർ വളരെ സന്തോഷവാന്മാരായി മാറുന്നു. ബിക്കോസ് ദേ ആർ ഡിസ്ക്രൈബ്ഡ് ആസ് ലവിങ് ടു ബി ഔട്ട് ഇൻ ദ മൂൺ ലൈറ്റ്. കാരണം അവർക്ക് രാത്രി ഇറങ്ങാനാണ് ഇഷ്ടം. സജസ്റ്റിംഗ് എ സെൻസ് ഓഫ് ഫ്രീഡം ആൻഡ് എൻജോയ്മെൻറ്റ്. അപ്പോൾ അവർക്ക് വലിയ സ്വാതന്ത്ര്യവും അതുപോലെ സന്തോഷമൊക്കെ ലഭിക്കുന്ന സമയമാണ്. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. ഇതേ പോയത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ചോദ്യമാണ്. ഈ പോയത്തിൻ്റെ ചില വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. വാട്ട് ടൈം ഓഫ് ഡേ ഈസ് ബീങ് ടോക്ക്ഡ് അബൌട്ട്? വാട്ട് ഡു ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ ഡു? വൈ ഡു ദേ ഡു ദിസ്? വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ മോർണിംഗ്? ഹൗ ഡു യു തിങ്ക് ദ തിങ്സ് ദാറ്റ് ബിലോങ് ടു ദ ഡേ ഫീൽ അബൌട്ട് ദ നൈറ്റ്? അപ്പോൾ നമുക്ക് ഓരോ ചോദ്യവും നോക്കാം. വാട്ട് ടൈം ഓഫ് ഡേ ഈസ് ബീങ് ടോക്ക്ഡ് അബൌട്ട്? ഏത് സമയത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ദ ടൈം ഓഫ് ഡേ ബീയിങ് ടോക്ക്ഡ് അബൌട്ട് ഈസ് നൈറ്റ്. രാത്രിയെക്കുറിച്ചാണ് പറയുന്നത്. വാട്ട് ഡു ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ ഡു? അപ്പോൾ ഈ പൂക്കളും അതുപോലെ കുട്ടികളൊക്കെ ഈ സമയത്ത് എന്താണ് ചെയ്യുക? ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ ക്ലോസ് ദിയർ ഐസ്. അവരൊക്കെ കണ്ണടച്ച് ഉറങ്ങുന്ന സമയമാണ്. വൈ ഡു ദേ ഡു ദിസ്? എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്? ദേ ഡു ദിസ് ടു ബി ഔട്ട് ഓഫ് ദ വേ ഓഫ് ദ നൈറ്റ്, ലൈക്ലി ടു റെസ്റ്റ് ഓർ സ്ലീപ്പ്. ഇപ്പോൾ രാത്രി അവരെ സംബന്ധിച്ചിടത്തോളം വിശ്രമിക്കുന്ന സമയമാണ്, ഉറങ്ങുന്ന സമയമാണ്. വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ മോർണിംഗ്? രാവിലെ എന്ത് സംഭവിക്കുന്നു? ഇൻ ദ മോർണിംഗ് ദ സൺ വിൽ റൈസ്. അപ്പോൾ ഈ ചന്ദ്രൻ മാറി പകരം സൂര്യൻ ഉദിക്കുന്നു. ഹൗ ഡു യു തിങ്ക് ദ തിങ്സ് ദാറ്റ് ബിലോങ് ടു ദ ഡേ ഫീൽ അബൌട്ട് ദ നൈറ്റ്? അപ്പോൾ ഈ പകലിൻ്റെ ജീവികൾ അല്ലെങ്കിൽ പകൽ സമയത്ത് കാര്യങ്ങൾ ചെയ്യുന്ന ജീവികൾ അവർ രാത്രിയെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്?
The things that belong to the day, അതായത് ഇവിടെ flowers, children, likely feel that the night is a time to rest and rejuvenate. അപ്പോൾ വിശ്രമിക്കാനുള്ള ഒരു സമയമാണ് രാത്രി എന്ന് പറയുന്നത്. As they cuddle to sleep, to be out of the way of the night, suggesting a peaceful retreat until the sun rises again. വീണ്ടും സൂര്യൻ ഉദിക്കുന്ന സമയം വരെ ഒരു സമാധാനപരമായ ഒരു വിശ്രമം, ഉറക്കം, ഇതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. ഈ പാസേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് റെബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന പാഠത്തിൽ നിന്നുള്ള ചില സെൻറ്റൻസുകളാണ്. ഓൺ എ വെരി ഹോട്ട് ഡേ റെബേക്ക ഫൗണ്ട് ഹർ മദർ ക്രൈയിങ്. അവർ ക്രോപ്സ് ഹാവ് ബീൻ bad this year, she said. Now our goats and sheep might die. Later at school, Rebecca asked her teacher why there had been so little rain that year. We have had many days without rain, said her teacher. When we have no rain, plants cannot grow. If there are no crops or food and no water to drink, our animals will die. Everyone in the class was quiet for a moment. They were worried about their families, their animals, and their community. At the school library, Rebecca searched for more information about the rain. What she learned alarmed her. The whole world is getting hotter and there is less rain. She learned a new term, climate change. Cars, buses and aeroplanes are polluting the air. Trees are being cut down and used to make buildings. Huge piles of trash are thoughtlessly buried in the ground. All these activities are harming nature. Rebecca felt sad. What can I, just a little girl, do to help the whole world, she wondered. അപ്പോൾ ഈ റെബേക്ക ദ ചേഞ്ച് മേക്കർ എന്നുള്ള ഒരു പാഠത്തിലെ ഒരു പാരഗ്രാഫാണ്. ഇനി നമുക്ക് അതിൻ്റെ ചോദ്യങ്ങൾ നോക്കാം. ഒന്ന്, വൈ വാസ് റെബേക്കാസ് മദർ ക്രൈങ്? എന്തുകൊണ്ടാണ് റെബേക്കയുടെ അമ്മ കരയുന്നുണ്ടായിരുന്നത്, അല്ലെങ്കിൽ കരഞ്ഞത് എന്തുകൊണ്ടാണ്? റെബേക്കാസ് മദർ വാസ് ക്രൈങ് ബിക്കോസ് ദർ ക്രോപ്സ് ഹാഡ് ബീൻ ബാഡ് ദാറ്റ് ഇയർ. അല്ലെ, ആ വർഷം അവരുടെ വിളവുകളൊക്കെ വളരെ മോശമായിരുന്നു. ആൻഡ് ദർ ഗോഡ്സ് ആൻഡ് ഷീപ്പ് മൈ ഡൈ ഡ്യൂ ടു ലാക്ക് ഓഫ് റെയിൻ. അപ്പോൾ മഴ ലഭിക്കുന്നില്ല. മഴ ലഭിക്കാത്തത് കൊണ്ട് ഇവരുടെ വിളവെടുപ്പൊന്നും നടന്നില്ല, അതെല്ലാം നശിച്ചുപോയി. അതുപോലെ അവരുടെ മറ്റ് ആടുകളും അങ്ങനെയുള്ള ജീവികളൊക്കെ മഴയും വെള്ളമൊന്നും ലഭിക്കാതെ ചാവാൻ പോവുകയാണ്. അതുകൊണ്ടാണ് അവർ കരഞ്ഞത്. വാട്ട് ഡിഡ് റെബേക്ക ആസ്ക് ഹർ ടീച്ചർ അറ്റ് സ്കൂൾ? സ്കൂളിൽ ടീച്ചറോട് റെബേക്ക എന്താണ് ചോദിച്ചത്? റെബേക്ക ആസ്ക്ഡ് ഹർ ടീച്ചർ വൈ ദർ ഹാഡ് ബീൻ സോ ലിറ്റിൽ റെയിൻ ദാറ്റ് ഇയർ. എന്തുകൊണ്ടാണ് ഈ ഒരു വർഷം ഒട്ടും മഴയില്ലാത്തത്? ലിറ്റിൽ റെയിൻ എന്ന് വെച്ചാൽ നോ റെയിൻ എന്നുള്ള അർത്ഥം. വാട്ട് ഹാപ്പനിങ് ടു ദ വേൾഡ്സ് വെദർ അക്കോർഡിംഗ് ടു വാട്ട് റെബേക്ക ലേൺഡ്. അപ്പോൾ എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്നാണ് റെബേക്ക മനസ്സിലാക്കിയത്. അക്കോർഡിംഗ് ടു വാട്ട് റെബേക്ക ലേൺ ദ ഹോൾ വേൾഡ് ഇസ് ഗെറ്റിംഗ് ഹോട്ടർ. അല്ലേ, അപ്പോൾ ചൂട് കൂടി വരുന്നു. ആൻഡ് ദർ ഈസ് ലെസ് റെയിൻ, മഴ ഇല്ലാതാകുന്നു. വാട്ട് ആർ സം ഓഫ് ദ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഹാർമിങ് നേച്ചർ. അപ്പോൾ ഈ പ്രകൃതി, ഈ ഒരു കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മനുഷ്യൻ ചെയ്യുന്ന ചില പ്രവർത്തികൾ അത് കാലാവസ്ഥയെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. എന്തൊക്കെയാണ് മനുഷ്യൻ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ? സം ഓഫ് ദ ആക്ടിവിറ്റീസ് ഹാർമിങ് നേച്ചർ ഇൻക്ലൂഡ് പൊല്യൂഷൻ ഫ്രം കാർസ്, ബസസ് ആൻഡ് എയറോപ്ലെയിൻസ്. അപ്പോൾ ഈ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക, അത്തരത്തിലുള്ള മലിനീകരണം, വായു മലിനീകരണം. അതുപോലെ കട്ടിംഗ് ഡൗൺ ട്രീസ് ടു മേക്ക് ബിൽഡിങ്സ്, മരങ്ങൾ വെട്ടി മുറിച്ച് കളയുക. ആൻഡ് തോട്ട്ലെസ്ലി ബറിയിങ് ഹ്യൂജ് പൈൽസ് ഓഫ് ട്രാഷ്. അതുപോലെ സാധനങ്ങൾ, ഉപയോഗം കഴിഞ്ഞ സാധനങ്ങളൊക്കെ വലിച്ചു വാരി എറിയുന്നത്. ഹൗ ഡിഡ് റെബേക്ക ഫീൽ ആഫ്റ്റർ ലേണിംഗ് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച്? അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം റെബേക്കയ്ക്ക് എന്താണ് തോന്നിയത്? Rebecca felt sad after learning about climate change. She wondered what she, little girl, could do to help the whole world. അപ്പോൾ റെബേക്കയ്ക്ക് വളരെ വിഷമം തോന്നി. അപ്പോൾ അവൾ ആലോചിച്ചു, ഒരു ചെറിയ കുട്ടിയായി ഞാൻ എന്താണ് ഈ കാര്യത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയുക എന്ന് ആലോചിച്ചു. ഇനി മറ്റൊരു പാസേജ് നോക്കാം. ഇതേ പാഠത്തിൽ നിന്ന് തന്നെ, റെബേക്ക ദ ചേഞ്ച് മേക്കർ എന്നുള്ള പാഠത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു പാരഗ്രാഫാണ്. ഇൻ ദ ലാൻഡ് ഓഫ് ദ മാസായ് in southwest Kenya, there was a girl named Rebecca. Her family kept cattle, sheep and goats and depended on farming the land for food. After school time, Rebecca used to help her family and take care of the animals on the farm. On a very hot day, Rebecca found her mother crying. Our crops have been bad this year, she said. Now our goats and sheep might die. Later at school, Rebecca asked her teacher why there had been so little rain that year. We have had many days without rain, said her teacher. When we have no rain, plants cannot grow. If there are no crops of food and no water to drink, our animals will die. Everyone in the class was quiet for a moment. They were worried about their families, their animals and their community. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഓരോന്ന് നോക്കാം. വാട്ട് ഡസ് റെബേക്കാസ് ഫാമിലി ഡു ടു മേക്ക് എ ലിവിങ്? അപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ട് റെബേക്കയുടെ ഫാമിലി എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? റെബേക്കാസ് ഫാമിലി കീപ്സ് കാറ്റിൽ, ഷീപ്പ് ആൻഡ് ഗോഡ്സ് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ഫാമിംഗ് ദ ലാൻഡ് ഫോർ ഫുഡ്. അപ്പോൾ അവർ ഇത്തരത്തിലുള്ള ജീവികളെയൊക്കെ വളർത്തിയിരുന്നു.
പശുക്കളും ആടുകളും ഒക്കെ അവർ വളർത്തിയിരുന്നു. അതുപോലെ തന്നെ അവർ കൃഷി ചെയ്തിരുന്നു. Why was Rebecca's mother crying? Rebecca's mother was crying because their crops had been bad that year. ആ വർഷത്തെ വിളവ് വളരെ മോശമായിപ്പോയി, അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞ് വെയിൽ കൊണ്ട് കരിഞ്ഞ് ഇല്ലാതായിപ്പോയി. ആൻഡ് their goats and sheep might die due to the lack of rain. അപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് അത് എല്ലാ ജീവജാലങ്ങളെയും അവർ വളർത്തുന്ന ജീവികളുടെയൊക്കെ മരണത്തിന് കാരണമാകും. What did Rebecca do to help her family after school? ഇപ്പോൾ ഫാമിലി എങ്ങനെയാണ് റെബേക്ക സഹായിക്കുന്നത്? ആഫ്റ്റർ സ്കൂൾ റെബേക്ക ഹെൽപ്ഡ് ഹർ ഫാമിലി ബൈ ടേക്കിംഗ് കെയർ ഓഫ് ദി ആനിമൽസ് ഓൺ ദ ഫാം. അപ്പോൾ ഇവിടെയുള്ള മൃഗങ്ങളൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഫാമിലി സഹായിച്ചുകൊണ്ടിരുന്നത്. വാട്ട് പ്രോബ്ലം ഡിഡ് റെബേക്കാസ് ടീച്ചർ എക്സ്പ്ലെയിൻ ടു ഹെർ അബൌട്ട് ദ വെദർ? അപ്പോൾ വെദറിനെ കുറിച്ച്, അല്ലെ കാലാവസ്ഥയെക്കുറിച്ച് ടീച്ചർ എന്താണ് റെബേക്കയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്? Rebecca's teacher explained that there had been many days without rain and without rain. അല്ലേ, അപ്പോൾ കുറേ ദിവസമായി മഴയൊന്നും പെയ്യുന്നില്ല. ആൻഡ് വിതൗട്ട് റെയിൻ പ്ലാന്റ്സ് cannot grow. മഴ പെയ്തില്ലെങ്കിൽ സസ്യങ്ങൾക്ക് വളരാൻ കഴിയില്ല. ദിസ് ലീഡ്സ് ടു ലാക്ക് ഓഫ് ക്രോപ്സ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൃഷിയെല്ലാം നശിച്ചു പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണവും വെള്ളവും ഇല്ലാതാവുന്നു. കോസിങ് ആനിമൽസ് ടു ഡൈ. അപ്പം മൃഗങ്ങളൊക്കെ വെള്ളവും ഭക്ഷണമൊന്നും കിട്ടാതെ ചത്തുപോകാനിടയാവുന്നു. ഹൗ ഡിഡ് ദ ക്ലാസ് ഫീൽ വെൻ ദേ ഹേർഡ് അബൌട്ട് ദ ലാക്ക് ഓഫ് റെയിൻ? അപ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് കേട്ടപ്പോൾ ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികളുടെ ഫീലിങ്സ് എന്തായിരുന്നു? ദ ക്ലാസ് ഫെൽറ്റ് വറീഡ് അബൌട്ട് ദർ ഫാമിലീസ്. അപ്പോൾ അവർക്കൊക്കെ വലിയ ടെൻഷനായി ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അവരവരുടെ ഫാമിലിയെക്കുറിച്ച് ഓർത്തു, അതുപോലെ അവരുടെ മൃഗങ്ങളെക്കുറിച്ചും അതുപോലെ അവരുടെ സമുദായത്തെക്കുറിച്ചും ഒക്കെ അവർ വളരെ ഭയത്തോടെ ഓർത്തു. വെൻ ദേ ഹേർഡ് അബൌട്ട് ദ ലാക്ക് ഓഫ് റെയിൻ. അപ്പോൾ മഴയുടെ ഈ ഒരു കുറവ്, അല്ലെ മഴ പെയ്യാത്ത ഈ ഒരു അവസ്ഥ അവരെ സാരമായി ബാധിക്കും എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഒരു ഞെട്ടലായിരുന്നു ആ ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.